രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ രണ്ടുപേര് നമ്മളെ കിടന്ന് വിളിക്കും. കണ്ടോ, വിളിക്കുന്ന കേട്ടോ, കേൾക്കാതിരിക്കുമല്ലോ. അപ്പൊ അവരെ രാവിലെ നോക്കിയിട്ട് വേണം ബാക്കിയുള്ളവരെ നോക്കാൻ. എന്താ രാവിലെ ഇവർക്ക് വേണ്ട തീറ്റ കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളവരെ നോക്കാൻ, അല്ല ഇവർ കിടന്ന് വെള്ളം വെച്ചോണ്ടിരിക്കും. ഇല്ലാടി, അപ്പൊ ആ തീറ്റ ഉണ്ടല്ലോ. ഏകദേശം 1 വർഷത്തോളം ഇവർ രണ്ടുപേരും കൂടെ മേടിച്ചിട്ട് ഇതുവരെ മുട്ട ഇടുന്നുണ്ട്. പക്ഷെ മുട്ട അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല. മുട്ടയിട്ട ഒരു ദിവസം കാലത്ത് ക്യാമറ ഇറക്കി നോക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ മുട്ട വിരിയുന്നില്ല. ഇനി അടുത്ത ആളുകളെ കാണിച്ചു തരാം. പിന്നെ ഒരു തുളസിയിലയോ അല്ലെങ്കിൽ കുടങ്ങലോ നമ്മൾ കൊടുക്കും. വാ എന്നാ ഇനി അടുത്ത ആളുകളെ കാണിച്ചു തരാം. വാ, ഇതിനകത്ത് കുറച്ച് ഗപ്പികളുണ്ട്. അവർക്കൊരു തീറ്റ ഇട്ട് കൊടുക്കും. കുറെ കുഞ്ഞുങ്ങളും കിടപ്പുണ്ട്. ഗപ്പിക്ക് വലിയ ആയുസില്ലാത്തതുണ്ട്, പെട്ടെന്ന് അകത്ത് പോകുന്നത്. ഈ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. ബാക്കിയുള്ളവര് ഇതിനകത്താ കിടക്കുന്നു, കാണോ? ബാക്കിയുള്ളവർ ഇതിനകത്താ കിടക്കുന്നുണ്ടോ? ഇതിനെല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള. ഞങ്ങളെ പ്രിയങ്ക ഇരുന്ന് ഞായറാഴ്ച ആണ്ട് അവധിയാ. ഇത് മീൻ വെട്ട് എന്താ നങ്ക മേടിച്ചില്ലേ? നങ്ക മേടിച്ച് ജൂലി കണ്ടോ എല്ലാം കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ കിടക്കുക. എന്താ ജൂലി എന്താ ചൂടയും എന്താ നങ്കയും മത്തി. ബാ, ഞാൻ അടുത്ത ആളുകളെ കാണിച്ചുതരാം. അണ്ടേ നമ്മുടെ ഇവന്മാരൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ട്. രാവിലെ അമ്മ തീറ്റ കൊടുത്തിട്ടുണ്ട്. എന്നാലും വാടാ, വാ വാ, ഇവരെ വിളിക്കുമ്പോഴേ ഇഞ്ഞു വരും. കണ്ടോ, ഇന്ന് ഞായറാഴ്ച ആണ്, ഇച്ചിരി ആയിരുന്നു അഴിച്ചു വിട്ടേക്കാം. വാ വാ വാ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, വാ. നല്ല തള്ളക്കോഴികൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ തീറ്റ കൊടുക്കുക അതേപോലെ അത് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഒരാളും കൂടെ ഉണ്ട്. വാ. ഇവർക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ടറാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഈ പൂനും വലിയ പൂനും കഴിക്കുന്നുണ്ട്. സ്റ്റാർട്ടർ നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 കിലോ സ്റ്റാർട്ടർ മേടിച്ച് 1 കിലോ തീരാറായി ഏകദേശം. പിന്നെ അരിയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുയലുണ്ട്. മുയലിന്റെ തീറ്റ ഉണ്ട്. പിന്നെ പുല്ലും കൊടുക്കും. മുയലിന്റെ തീറ്റ ഇങ്ങനെ ശാലം എടുക്കും. പുല്ലൊന്നും കൊടുക്കത്തില്ല, ശാലം എടുക്കും. ഇങ്ങനെ 3-4 നേരം ഞാൻ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ശാലം എടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കമത്തിക്കളയും. അത് കാരണം ഇച്ചിരി വെള്ളം ഒഴിക്കാമെങ്കിൽ ഇതങ്ങ് കൂതിരും. പിന്നെ അത് കമ വരത്തില്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കൂതിരും. അഥവാ അത് ചരിഞ്ഞാലും താഴെ പോകത്തില്ല. ഇങ്ങനെ കൊടുക്കുന്നത്, അത് വേസ്റ്റ് ആകത്തില്ല. ഇച്ചിരി കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. മുയലിനെ കൂടെ കാണിച്ചു തരാം. വാ. ഇവനാണ് നമ്മുടെ മുയൽ. ഇവനെ നമ്മൾ രാവിലെ പുല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തീറ്റീന് ഭയങ്കര ഇഷ്ടമായി. മുയലിൻ്റെ തീറ്റ മേടിച്ചു കൊടുത്തതിന് ഭയങ്കര ഇഷ്ടമാണ്. മുയലിൻ്റെ തീറ്റ 3-4 പ്രാവശ്യം കൊടുക്കും. ഒരാളേ ഉള്ളു കേട്ടോ, ആൺമുയലാണ്. പെൺമുയലാന്ന് പറയുന്നത് കുഞ്ഞിലേ കൊണ്ടുവന്നത്. പക്ഷേ ആൺമുയലായിപ്പോയി, കുഴപ്പമില്ല. ഇത് നമ്മളൊരു രസത്തിന് വേണ്ടി ഇങ്ങനെ വളർത്തുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. ഓക്കെ.